എല്ലാവർക്കും ടോപ്പ് 20 PSCയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് കേരള PSC ഇന്നുവരെ ആവർത്തിച്ച് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ആവർത്തന ചോദ്യങ്ങളാണ്. മികച്ച കായിക പരിശീലകന് ഭാരത സർക്കാർ നൽകുന്ന പാരിതോഷികമാണ് ദ്രോണാചാര്യ അവാർഡ്. അലൂമിനിയത്തിൻ്റെ പ്രധാന അയിരാണ് ബോക്സൈറ്റ്. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപക അധ്യക്ഷനാരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപക അധ്യക്ഷനാണ് വള്ളത്തോൾ നാരായണ മേനോൻ. അലൂമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിരാണ് ബോക്സൈറ്റ്. മികച്ച കായിക പരിശീലകന് ഭാരത സർക്കാർ നൽകുന്ന പാരിതോഷികമാണ് ദ്രോണാചാര്യ അവാർഡ്. 1 ഗ്രാം ആറ്റം ഓക്സിജനിൽ അടങ്ങിയിട്ടുള്ള ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എത്ര? 6.022 × 10⁻23. മനുഷ്യരിൽ ജീവകം ബിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. 2019 ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ നിയമനിർമ്മാണ സഭകളിലെ ആംഗ്ലോ ഇന്ത്യൻ സംവരണത്തിൽ വന്ന മാറ്റമാണ് ലോകസഭകളുടെയും നിയമസഭകളുടെയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കി. താഴെ പറയുന്നവയിൽ ഏതാണ് ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്? വിദ്യാഭ്യാസം, വനം. ഗ്രാമീണ ശുദ്ധജല ലഭ്യത ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി ഏത്? സ്വജൽധാര. ഗ്രാമീണ ശുദ്ധജല ലഭ്യത ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണ് സ്വജൽധാര. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് വിദ്യാഭ്യാസം, വനം എന്നിവയാണ്. അപവർത്തനം എന്ന പ്രതിഭാസത്തിൽ പ്രകാശത്തിൻ്റെ ഏത് സവിശേഷതയ്ക്കാണ് മാറ്റം സംഭവിക്കാത്തത്? ആവൃത്തി. അപവർത്തനം എന്ന പ്രതിഭാസത്തിൽ പ്രകാശത്തിൻ്റെ ആവൃത്തിക്കാണ് മാറ്റം സംഭവിക്കാത്തത്. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദേശീയ നേതാവാണ് ലാലാ ലജ്പത് റായ്. ലോങ് വാക്ക് ടു ഫ്രീഡം ആരുടെ ആത്മകഥയാണ്? നെൽസൺ മണ്ടേല. ലോക പൈതൃക പട്ടിക തയ്യാറാക്കുന്ന UNOയുടെ ഏജൻസി ഏത്? യുനെസ്കോ. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. പ്ലാറ്റിനം ജൂബിലി എത്ര വർഷമാണ്? 75. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. ലോങ് വാക്ക് ടു ഫ്രീഡം ആരുടെ ആത്മകഥയാണ്? നെൽസൺ മണ്ടേല. നാം അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? ട്രോപ്പോസ്ഫിയർ. ലോക നാളികേര ദിനമാണ് സെപ്റ്റംബർ 2. ലോക നാളികേര ദിനം സെപ്റ്റംബർ 2. ഇന്ത്യയിൽ ആരുടെ ജന്മദിനമാണ് ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നത്? ഇന്ദിരാഗാന്ധി. കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷയാണ് സുഗതകുമാരി. കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ സുഗതകുമാരി. പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമാക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യബന്ധത്തിൻ്റെ ശക്തമായ തെളിവുകൾ ഉത്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശമാണ് പട്ടണം. 1966 ഇന്ത്യയും പാകിസ്ഥാനുമായി ഒപ്പുവെച്ച സമാധാന കരാർ ഏത്? താഷ്കന്റ് കരാർ. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏതു പേരിൽ അറിയപ്പെടുന്നു? മംഗൾയാൻ. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അവയുടെ മികവിന് സർക്കാർ നൽകുന്ന ബഹുമതിയാണ് സ്വരാജ് ട്രോഫി. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം മംഗൾയാൻ. ബാറ്ററികളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലമാണ് മീററ്റ്. ഹരിത വിപ്ലവം മൂലം ഉൽപാദന വർധനവുണ്ടായ വിള ഏത്? ഗോതമ്പ്. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നതാര്? സമുദ്രഗുപ്തൻ. ഔദ്യോഗിക നാണയം യൂറോ അല്ലാത്ത രാജ്യം ഏത്? നോർവേ. സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്നു കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രദേശമാണ് കുട്ടനാട്. ബാറ്ററികളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. ഹരിത വിപ്ലവം മൂലം ഉൽപാദന വർധനവുണ്ടായ വിള ഏത്? ഗോതമ്പ്. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തൻ. ഔദ്യോഗിക നാണയം യൂറോ അല്ലാത്ത രാജ്യം നോർവേ. സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്നു കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രദേശമാണ് കുട്ടനാട്. KSRTC രൂപീകരിച്ച വർഷം ഏത്? 1965. ഇന്ത്യയിൽ വൈദ്യുതി ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി. കുർക്കുമിൻ എന്ന ചായം അടങ്ങിയിരിക്കുന്ന ഉൽപ്പന്നം ഏത്? മഞ്ഞൾ. ഭക്ഷണത്തിൽ ഇരുമ്പിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായ ചേരിചേരാ നയം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ബന്ധുങ് സമ്മേളനം നടന്നത് ഏത് രാജ്യത്താണ്? ഇന്തോനേഷ്യ. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായ ചേരിചേരാ നയം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ബന്ധുങ് സമ്മേളനം നടന്നത് ഏത് രാജ്യത്താണ്? ഇന്തോനേഷ്യ. കുർക്കുമിൻ എന്ന ചായം അടങ്ങിയിരിക്കുന്ന ഉൽപ്പന്നം ഏത്? മഞ്ഞൾ. ഭക്ഷണത്തിൽ ഇരുമ്പിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ. ഇന്ത്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രധാന അസംസ്കൃത വസ്തു ഏത്? കൽക്കരി. KSRTC രൂപീകരിച്ച വർഷം 1965. വിവരാവകാശ നിയമം അനുസരിച്ച് ജീവനും സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അപേക്ഷകന് മറുപടി കൊടുക്കുന്നതിനുള്ള സമയപരിധിയാണ് 48 മണിക്കൂർ. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. ഹിരാക്കുട്ട് ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷ. എൻ്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ്? AK ഗോപാലൻ. ഇന്ത്യയുടെ ആദ്യത്തെ നാവിക ഉപഗ്രഹമാണ് GSAT-7.
7 ഇന്ത്യയുടെ ആദ്യത്തെ നാവിക ഉപഗ്രഹം GSAT-7. എൻ്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ്? AK ഗോപാലൻ. ഹിരാക്കുഡ് ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷ. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ കുളച്ചൽ യുദ്ധം നടന്ന വർഷമാണ് 1741. വിവരാവകാശ നിയമം അനുസരിച്ച് ജീവനും സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അപേക്ഷകന് മറുപടി ലഭിക്കുന്നത് 48 മണിക്കൂറിലാണ്. എല്ലാവർക്കും ടോപ്പ് 20 PSCയുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.